ബിഗ് ബോസ് മലയാളം സീസൺ 6 നിരവധി ആരാധകരെ സ്വന്തമാക്കിയ താരങ്ങളായിരുന്നു ജാസ്മിൻ ജാഫറും ഗബ്രിയും. ബിഗ് ബോസ് മലയാളം സീസൺ 6 വെച്ചായിരുന്നു ഇരുവരുടെയും സൗഹൃദം ആരംഭിച്ചത്. ആ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നു. ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ്. പലപ്പോഴായിട്ടും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ രണ്ട് താരങ്ങളും ശ്രദ്ധ നേടാറുമുണ്ട്. ഇപ്പോൾ ഇത് ആരാധകരുടെ ചില ചോദ്യങ്ങൾക്ക് ജാസ്മിൻ ജാഫറും ഗബ്രിയും സന്തോഷമായി തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ജാസ്മിൻ ജാഫർ പ്രതികരണം അറിയിച്ചത്. ജാസ്മിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ജാസ്മിന്റെ കംഫർട്ട് സോൺ ആണോ ഗബ്രി എന്ന ചോദ്യത്തിനായിരുന്നു ജാസ്മിന്റെ മറുപടി. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ 1 മണിക്കൂറാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളത് എന്നുണ്ടെങ്കിൽ 45 മിനിറ്റും ഞങ്ങൾ ഹാപ്പി ആയിരിക്കും. ബാക്കി 15 മിനിറ്റും ഞങ്ങൾ രണ്ടുപേരും കീരിയും പാമ്പും പോലെയാണ്. ബിഗ് ബോസ് കണ്ടവർക്കറിയാം, അനാവശ്യ കാര്യങ്ങൾക്ക് ഞങ്ങൾ തല്ല് പിടിക്കാറുണ്ട്. പക്ഷേ ഗബ്രിക്കൊപ്പം ഞാൻ ഹാപ്പിയാണ്. എന്റേത് ചെറിയ സർക്കിളാണ്. എന്റെ സുഹൃത്തായ ഗബ്രിക്കൊപ്പമുള്ള നിമിഷങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇവന്റെ കൂടെ നടക്കുമ്പോഴാണ് ഞാൻ കൂടുതലും ഹാപ്പി ആവാറുള്ളതും. ഞാൻ ലോകം ചുറ്റിയത് തന്നെ ഇവന്റെ കൂടെയാണ്. എന്റെ വീട്ടുകാർക്കും അവനെ ഒരുപാട് ഇഷ്ടമാണ്. ഭാവി പരിപാടിയെക്കുറിച്ച് ഗബ്രിയോടും ആരാധകൻ ചോദിക്കുന്നുണ്ട്. ഗബ്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഭാവി പരിപാടി അങ്ങനെ പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് യാത്രകളൊന്നും നിലവിൽ തീരുമാനിച്ചിട്ടുമില്ല. എന്നിരുന്നാലും ഒരുപാട് ഹാപ്പിയാണ് ഇപ്പോൾ. സിനിമകളൊക്കെ ലഭിക്കണം, സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നാണ് വലിയ ആഗ്രഹം. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ജാസ്മിന് മറുപടി പറഞ്ഞു. തനിക്കും പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ജീവിതം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ എനിക്ക് വിഷമമാകും. അതുകൊണ്ട് ജീവിതം എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ആ വഴിയിൽ തന്നെ ഞാൻ ഇനി പോകും. അതാണ് എന്റെ തീരുമാനം. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരുപാട് ഹാപ്പിയാണ്. പലരും വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. എന്റെ കുടുംബം ജാസ്മിൻ ജാഫറിനെ കണ്ടാൽ ആട്ടി ഓടിക്കുമെന്നും ജാസ്മിൻ ജാഫറിന്റെ കുടുംബം എന്നെ കണ്ടാൽ ആട്ടി ഓടിക്കുമെന്നൊക്കെയായിരുന്നു വ്യാജ വാർത്തകൾ. എന്നാൽ അങ്ങനെയൊന്നുമല്ല. എന്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് എന്റെ കുടുംബക്കാർക്ക് ജാസ്മിൻ ജാഫർ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അവളുടെ വീട്ടിലെ ഒരു അംഗം തന്നെയാണ് ഞാനിന്ന്. അധികവും വർക്കൊക്കെ ലഭിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ജാസ്മിൻ ജാഫർ കൊച്ചിയിലേക്ക് താമസം മാറിയത് എന്നും ഗബ്രി കൂട്ടിച്ചേർത്തു. എത്രയൊക്കെ വ്യാജ വാർത്തകളും വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നാലും ഇരുവരുടെയും സൗഹൃദം ഇന്നും നിലനിൽക്കുന്നു. നിരവധി പേരാണ് സൗഹൃദത്തിന് ആശംസകളും നേർന്നത്.